സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും PM ശ്രീ പദ്ധതി ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ഇടതു സർക്കാരിൻ്റെ സമയത്ത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത കോലാഹലങ്ങളാണ് നാട്ടിൽ ഉണ്ടായത്. പ്രത്യേകിച്ചും മന്ത്രിസഭാ യോഗത്തിൽ കാര്യങ്ങൾ മറച്ചുവെച്ചു. ഇടതുമുന്നണി യോഗത്തിൽ ഒന്നും പറയാതെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അറിവോടുകൂടി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്നുള്ളത് വലിയ ചർച്ചയായി മാറി. ഈ ചർച്ചയിൽ ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം അന്ന് കോൺഗ്രസും ഒപ്പം തന്നെ UDFിലെ ഘടകകക്ഷി നേതാക്കന്മാരും പങ്കെടുത്തു. പ്രധാനമായും കേന്ദ്ര ഫണ്ട്, അതും ചില അജണ്ടകൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അനുവദിക്കുന്ന PM ശ്രീ പദ്ധതി ഫണ്ട് അത് സംസ്ഥാനത്ത് വേണ്ട എന്ന നിലപാട് അന്ന് സ്വീകരിച്ചു. വലിയ ഒച്ചപ്പാടുകളുണ്ടായി, ചിലർക്കെതിരെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. CPI വലിയ പ്രതിഷേധവുമായി ഇടതുമുന്നണിയിലെത്തി. ചർച്ചകൾ നടന്നു. പ്രശ്നപരിഹാരത്തിനായി അന്നും ഒരു ഉപസമിതിയെ ചുമതലപ്പെടുത്തി. ആ ഉപസമിതിയുടെ തീരുമാനങ്ങൾ പിന്നീട് ഒന്നും തന്നെ വെളിച്ചം കണ്ടില്ല. ഇതിനിടയിൽ തിരഞ്ഞെടുപ്പുകൾ വന്നു. LDFന് പരാജയം സംഭവിച്ചു. പക്ഷേ അന്ന് പറഞ്ഞത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചെങ്കിലും അതിൽ നിന്ന് പിന്മാറുവാനുള്ള എല്ലാ അധികാരവും അവകാശവും സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് തൽക്കാലം അതിൽ നിന്ന് പിന്മാറുന്നു എന്നായിരുന്നു അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തൽക്കാലം ആ വിഷയം അന്ന് കെട്ടടങ്ങുകയും ചെയ്തു. പക്ഷേ UDF അധികാരത്തിൽ വന്നതോടുകൂടി തന്നെ വീണ്ടും PM ശ്രീ പദ്ധതിക്ക് ചൂട് കൂടുകയാണ്. അതായത് UDFിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ PM ശ്രീ പദ്ധതി ചർച്ചയായി. അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ തുക സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫണ്ട് സ്വീകരിക്കുന്ന കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വീണ്ടും UDF സർക്കാർ ഒരു ഉപസമിതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിമാരാണ് അതിലുള്ളത്. ഇനി ആ ഉപസമിതി തീരുമാനിക്കും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫണ്ട് സ്വീകരിക്കണമോ അതോ നിരസിക്കണമോ എന്ന കാര്യത്തിൽ. പക്ഷേ അവിടെയും പറയുന്നൊരു കാര്യമുണ്ട്. ഇടതു സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് ഇനി ഈ പദ്ധതിയിൽ നിന്നും പിന്മാറാനാകില്ല എന്നാണ് ഇപ്പോഴത്തെ VD സതീശൻ മുഖ്യമന്ത്രിയും ഒപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമൊക്കെ പറയുന്നത്. കാരണം ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചാൽ അതിൽ നിന്ന് പിന്മാറുക അത്ര എളുപ്പമല്ലെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇവരുടെയൊക്കെ വാചകങ്ങൾ. എന്തായാലും PM ശ്രീ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു ഉപസമിതി എത്തുന്നു. ഇനി ഉപസമിതിയുടെ തീരുമാനങ്ങളെ ലക്ഷ്യമിട്ടായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. പിന്നീട് ഒരു കാര്യം കൂടി UDF സർക്കാർ പറയുന്നുണ്ട്. അതായത് പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട സിലബസിൻ്റെ കാര്യത്തിലും അതുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങളെടുക്കുന്ന കാര്യത്തിലും സംസ്ഥാന സർക്കാരിന് നിർണായകമായ അധികാരവും അവകാശവുമുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നും ഇതേ കാര്യം തന്നെയാണ് LDF സർക്കാരും പറഞ്ഞത്. പക്ഷേ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഇടതു സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്നാണ്. ഈ വാചകങ്ങൾ പറഞ്ഞ് നിമിഷങ്ങൾ കഴിയുന്നതിനിടയിൽ തന്നെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇടതു സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടോ ഇല്ലയോ, UDF സർക്കാരിൻ്റെ നിലപാട് എന്ത്, എങ്ങനെ എന്നുള്ളതാണ്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം PM ശ്രീ പദ്ധതി ചർച്ചയായി മാറുകയാണ്. വെറും ചർച്ചയല്ല, രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. ഇതിൽ അധികാരത്തിൽ ഏറ്റവരും അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയവരും തമ്മിലുള്ള ചർച്ചയാണിത്, തർക്കമാണിത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ആ SSK അല്ലെങ്കിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അതിയായ സാമ്പത്തിക ബാധ്യതകളുണ്ടാകും, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകും. അത് പരിഹരിക്കണമെങ്കിൽ
ചില സഹായങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് ചില നേതാക്കന്മാരും വിദ്യാഭ്യാസ വിചക്ഷണരുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാരുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും PM ശ്രീ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിർണായകമായ ഒരു കാര്യം, ഏത് സ്കൂളിലാണോ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്കൂളിൻ്റെ ബോർഡിനോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വയ്ക്കണം. ഒന്ന്. രണ്ടാമത്തേത്, സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അധികാരവും അവകാശവും പദ്ധതി നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസി എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരിനാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സർക്കാർ പറയുന്നത് സ്കൂൾ ഏതാണെന്നും സിലബസ് ഏതാണെന്നും തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, സംസ്ഥാന സർക്കാരിന് അതിനുള്ള അധികാരമുണ്ടെന്നും പറയുന്നു. എന്തായാലും 1200 കോടി രൂപയാണ് PM ശ്രീ പദ്ധതി പ്രകാരം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്, അല്ലെങ്കിൽ കേരളത്തിന് കിട്ടാൻ സാധ്യത. ഇതിൽ 2 പ്രാവശ്യമായി കുറച്ച് പൈസ സംസ്ഥാനത്തിന് കിട്ടിയെന്നാണ് ഇപ്പോഴത്തെ സർക്കാർ പറയുന്നത്. അതായത് LDF സർക്കാർ ഇരുന്ന സമയത്ത് 2 പ്രാവശ്യമായി തുക കിട്ടി എന്ന് ഇപ്പോഴത്തെ സർക്കാർ, UDF സർക്കാർ പറയുന്നു. പക്ഷേ അതിനെ തള്ളിപ്പറയുകയാണ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. അന്ന് കിട്ടിയത് SSK ഫണ്ടാണ്, സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് ലഭിക്കാനുള്ള വിദ്യാഭ്യാസ ഫണ്ടാണ് അന്ന് കിട്ടിയതെന്ന് V ശിവൻകുട്ടിയും പറയുന്നു. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ തരത്തിലുള്ള ചർച്ചയായി മാറുകയാണ് PM ശ്രീ പദ്ധതി. എന്നാൽ ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പിന്തുണകൾ ഇടതു സർക്കാരിനും കിട്ടിയിട്ടില്ല, ഒപ്പം തന്നെ UDF സർക്കാരിനും കിട്ടിയിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ എന്ത് ആണ് ലക്ഷ്യമിടുന്നത് ഈ PM ശ്രീ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ഇപ്പോഴും വലിയ ചർച്ച. ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ വ്യത്യസ്തമായ സിലബസുകൾ, ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ കൂടുതൽ സ്കിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ, ചില നിർമ്മിതികൾ, ഇവയൊക്കെ പ്രാവർത്തികമാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുമൊക്കെ അവസരമൊരുക്കുന്ന സാങ്കേതിക മേന്മയുള്ള തികവുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയതാണ് PM ശ്രീ പദ്ധതി എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്തായാലും പദ്ധതിയുടെ ലക്ഷ്യത്തെ ചൊല്ലിയാണ്, അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നയപരമായ ചില മാറ്റങ്ങളുണ്ട്. ആ നയങ്ങൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ചില വർഗീയമായ വസ്തുതകളുണ്ട്, അത് ഈ സംസ്ഥാന സർക്കാർ പഠിപ്പിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾ ഉയരുന്നു. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തെ ആധാരമാക്കിയാണ് ഇപ്പോൾ പുതിയ ചർച്ചകൾ ഉടലെടുത്തിരിക്കുന്നത്.